ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോ ഹോണ്ടയുടെ CD ഡീലക്സ് ആണ് വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയതാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ ബാക്ക് സൈഡിൽ നിന്നൊക്കെ നമുക്ക് ചെറിയൊരു ഷെയ്ക്കിങ് ഒക്കെ പോലെ കംപ്ലയിൻറ്റ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ബാക്ക് വീലൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടല്ലോ. അതിൻ്റെ വീലിൻ്റെ ആ സ്പോക്കറ്റ് വന്ന ഭാഗത്ത് തന്നെ ഡാമ്പർ റബ്ബറൊക്കെ ഫുള്ള് അടിച്ചടിച്ച് മൊത്തം പൊടിഞ്ഞൊരവസ്ഥയിലേക്ക് ഇരിക്കുന്നത് ഇതാണല്ലോ, മൊത്തം പൊടിഞ്ഞ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്, അഴിച്ച് ക്ലീൻ ചെയ്താൽ മതി. വലിയ പഴക്കമില്ലാത്ത ലൈനറാണ്. അപ്പോൾ അതൊന്ന് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ചെയിൻ ചെറുതായിട്ട് ലൂസായിട്ടുണ്ട്, അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്തിടാം. എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, വേറെ കുഴപ്പമില്ല. അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, ഇതിൽ കൂടി തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഫുഡ് റെസ്റ്റ് ഫ്രണ്ടിലത്തെ 2 മാറണം കേട്ടോ, റൈറ്റും ലെഫ്റ്റും പോയേക്കാണ്. ബാക്കിലത്തെയും കംപ്ലൈൻ്റ് ആണ്, അപ്പോൾ മാറ്റണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കത് ഒഴിവാക്കിയാണ്. അപ്പോൾ ഫ്രണ്ടിലത്തെ എസ്റ്റിമേറ്റിനകത്ത് ഞാൻ 2 ഇതിൻ്റെയും കൂടിയിട്ട് പെടുത്തിയിട്ട് ഒരു എസ്റ്റിമേറ്റ് പറയാം, ഉൾപ്പെടുത്തി. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് നമ്മളൊന്ന് അഴിച്ച് ക്ലീനിങ് ഒക്കെ നടത്തും. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം. കേബിളിനൊന്നും വേറെ പ്രശ്നമില്ല. ഫ്രണ്ട് ടയറിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് കേട്ടോ. ഫ്രണ്ട് ഒട്ടും ഗ്രിപ്പില്ലാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വലിയ കാര്യമായിട്ട് ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ കൈയോടെ മാറ്റാനായിട്ട് നോക്കാം. പിന്നെ അതേപോലെ തന്നെ പിന്നെ വൈസറിൻ്റെ കേസ് പറഞ്ഞല്ലേ, ഫ്രണ്ട് അത് സൈഡ് ഉള്ളിൽ നിന്ന് മൊത്തം പൊട്ടിപ്പോയേക്കാം. നമുക്കിപ്പോൾ പുറമേ നിന്നൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അന്ന് ഇവിടെ ഹെഡ്ലൈറ്റ് അടിയിൽ പിടിക്കുന്ന ഭാഗമാണ് ഈ ഭാഗം, അത് മൊത്തം പൊട്ടിയിരിക്കുകയാണ്. മുകളിൽ ക്ലിപ്പ് ചെയ്യുന്ന ഭാഗം പൊട്ടിപ്പോയേക്കാം. അപ്പോൾ ശരിക്കും അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ ഹെഡ്ലൈറ്റും ഈ ഹെഡ്ലൈറ്റ് അസംബ്ലിയും ആ വൈസറും കൂടി മാറ്റിയിടാണെങ്കിൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. കാരണം അതുമ്പോൾ മാക്സിമം ഇപ്പോൾ തൽക്കാലം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തിടാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ ആയിട്ട് നമുക്ക് ഓർഡറിലേക്ക് വിടാം. ഓർഡറിലേക്ക് വിട്ട് നമുക്ക് വരുത്തി കമ്പനി ആയിട്ട് സാധനം മാറ്റി വെച്ചാൽ വേറെ തലവേദനയൊന്നുമില്ല. അതങ്ങോട്ട് സെറ്റായി പോയിക്കൊള്ളും. വല്ല മറയോ ഒടിയോ അങ്ങനെയൊക്കെ ഇടിച്ചാലൊക്കെയാണ് പൊട്ടിപ്പോളൂ, അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഒറിജിനൽ സാധനം വയ്ക്കുക, അതാണ് കുറേ കൂടി ബെറ്റർ കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ തന്നെ പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതേപോലെ ബാറ്ററിയുടെ ഭാഗമൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് ബാറ്ററി എക്സൈഡ് ബാറ്ററിയാണ് നമുക്കിത് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 12.80, അതായത് 12 വോൾട്ട് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല വോൾട്ടൊക്കെ കിട്ടും നമുക്ക്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിൽ ചെക്ക് ചെയ്യുന്ന സമയത്തും കംപ്ലയിൻ്റ് ഒന്നുമില്ല, ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ. പിന്നെ ഒരു ഇൻഡിക്കേറ്റർ ബാക്ക് ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മോഡൽ, അതായത് യെല്ലോ ഗ്ലാസ് വന്ന ടൈപ്പ് കമ്പനി ഒറിജിനൽ ഇൻഡിക്കേറ്ററുകൾ വന്നില്ല, ഈ ലൈറ്റ് അസംബ്ലി വന്നില്ല. അപ്പോൾ ഇതൊക്കെ വെച്ചാണ് കുറഞ്ഞാണ്. കാരണം വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് കുറഞ്ഞത് കിട്ടാനേ മാർഗമുള്ളൂ, അതുകൊണ്ടാണ് ഇത് വയ്ക്കണേ. അപ്പോൾ അതിൻ്റെ സ്റ്റേ അയച്ച് കിട്ടുമെന്ന് നോക്കാം. സ്റ്റേ കിട്ടുന്നുണ്ടെങ്കിൽ കമ്പനി ഒറിജിനലിൻ്റെ സ്റ്റേ ഈ ഗ്ലാസ് കാര്യങ്ങളൊന്നും വരാറില്ല. സാധാരണ ഈ സ്റ്റേ ആണ്, ഇൻഡിക്കേറ്റർ പിടിപ്പിക്കുന്ന ഭാഗമാണ് പൊട്ടിപ്പോകുള്ള പതിവ്. അതാണ് ക്വാളിറ്റി ഇല്ലാതെ. തൽക്കാലം അഴിഞ്ഞ് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്കത് സ്റ്റേ മാത്രം മാറ്റാം, അതല്ലെങ്കിൽ അസംബ്ലി മാറ്റിയിടേണ്ടി വരും കേട്ടോ. പിന്നെ അത് മാറ്റുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഉണ്ടല്ലോ, എല്ലാം കുറേ കഴിയുമ്പോഴത്തേക്കും പൊട്ടാനായിട്ട് കൊടുക്കും. ഇതൊക്കെ ഒറിജിനലാണ്, കമ്പനി സാധനം ഇരിക്കണേ. ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് മേടിച്ച് സെറ്റ് ചെയ്തതാണ്, കിട്ടാനില്ല സാധനം. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വർഷങ്ങളായാലും ഇങ്ങനെ ജസ്റ്റ് യാതൊരു കംപ്ലയിൻറ്റും വരില്ല. അതിൻ്റെ ഈ റബ്ബർ ഇൻഡിക്കേറ്റർ സ്റ്റേയുടെ ഒക്കെ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി സാധനം. അപ്പോൾ ഓൾറെഡി ഇനിയിപ്പോൾ കംപ്ലയിൻറ്റ് വരുമ്പോൾ നഷ്ടം നോക്കാതെ എനിക്ക് തോന്നുന്നു പാഷൻ പ്രോൻ്റെ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാം. അത് വെള്ള ഗ്ലാസ് ആയിരിക്കും വരാം, മഞ്ഞ. അപ്പോൾ ആ ഒരു മഞ്ഞ ഇൻഡിക്കേറ്റർ ബൾബ് വരും. ആ ഒരൊറ്റ ചിലവുമ്പോൾ ആ ഭാഗം ഓക്കെ ആയിക്കോളും. പിന്നെ നമുക്കത് തലവേദന ഉണ്ടാവില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അത് ഈ കമ്പനി ഒറിജിനലായിട്ട് അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ നിലവിൽ സർവീസ് വർക്കും അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ, ഫുഡ് റെസ്റ്റ്, ബാക്കിലെ വീൽ റബ്ബർ അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇടാം. ഇൻഡിക്കേറ്ററിൻ്റെ സ്റ്റേ കിട്ടുമോ നോക്കാം, ഇല്ലെങ്കിൽ നമുക്കത് കുറഞ്ഞ തന്നെ കിട്ടാൻ മാർഗമുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. അത് മേടിച്ച് സെറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. നമ്മുടെ അടുത്തില്ല, നമുക്കവിടെ ജെന്യുവൻ പാർട്സ് മാത്രമേ ഉള്ളൂ, അത് പുറമേ നിന്ന് മേടിക്കണം. അതെന്തായാലും നമുക്ക് അഴിച്ചു നോക്കാം. കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേ മാത്രം ഒറിജിനൽ സ്റ്റേ ഇട്ടിട്ട് നമുക്കത് റെഡിയാക്കാം. പിന്നീട് ആ ഭാഗത്തേക്ക് ആ പ്രോബ്ലം വരില്ല, കുറേ നാളത്തേക്ക് നിന്നുള്ളൂ കേട്ടോ. ഞാനത് നോക്കാം. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ, കിട്ടുന്ന റിപ്ലൈ ഇട്ടാൽ.